ധർമ്മജൻ ബോൾഗാട്ടി എല്ലാവർക്കും അറിയാലോ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വലിയ കൗതുകമൊക്കെ ഉണ്ടാവും. എന്നാലും ആ കല്യാണ പോസ്റ്റിന് പിന്നിൽ എന്താണ് രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നത് ധർമ്മജനും ഭാര്യ അനുജയും തന്നെ പറയുന്നുണ്ട്. നോക്കാം. ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ. ഇതാണ് ധർമ്മജൻ ബോൾഗാട്ടി ഇട്ട പോസ്റ്റ്. നമുക്കിതാ ധർമ്മജനും കുടുംബവും കൂടെ ഉണ്ട്. എന്തായിരുന്നു ആ ഒരു കല്യാണ പോസ്റ്റിന് പിന്നിലെ കഥ? അല്ല, എല്ലാവരും രണ്ടാമത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ. അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മക്കളും ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വിഷയം വേണ്ടല്ലോ. ഇനി ഓൺലൈൻ ചാനലുകാർ സിനിമാ താരങ്ങൾ വീണ്ടും കെട്ടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വാർത്തകളൊക്കെ ഉള്ള എൻ്റെ പേരിൽ ഇതിനെ തന്നെ വീണ്ടും കെട്ടി. അതായത് മുമ്പ് കല്യാണം കഴിച്ചു, പക്ഷെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ആ ചടങ്ങ് അങ്ങ് പൂർത്തിയാക്കി. അത് വലിയ കാര്യമാണ്. കാരണം പല കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നത് ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ അതൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള, ഞാൻ സമിതിയിൽ അംഗമായിട്ടുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയെങ്കിലും അതൊരു പ്രോപ്പർ എവിഡൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിക്കുന്നു, അതിൻ്റെ രേഖ കിട്ടുന്നു. വലിയ കാര്യമാണ്. ഭാവിയിൽ മക്കൾക്കും ഭാര്യയ്ക്കും എനിക്കൊക്കെ വലിയ കാര്യമുള്ള സംഭവമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാൻ തീരുമാനം. പറഞ്ഞാൽ അന്ന് പ്രണയ വിവാഹമാണ്, രണ്ടുപേരും പോയി കല്യാണം കഴിച്ചതാണ്. ഇന്ന് മക്കളുണ്ട്, അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരുടെ മുമ്പിൽ ഒന്നുകൂടി ഒപ്പിട്ടപ്പോൾ കൈവരച്ചോ? കൈവരച്ചില്ല, സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ അച്ഛന്റെ അമ്മേന്റെ കല്യാണ ഫോട്ടോ കാണാറാണ് ചെയ്യുക. ഇതിപ്പോ കല്യാണ ഫോട്ടോയിൽ നിങ്ങൾക്കും കൂടി ഉൾപ്പെടുത്തിയ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തോന്നപ്പോ? അതെ, അച്ഛന്റെ അമ്മേന്റെയും കല്യാണത്തിന് നല്ലോണം ഡ്രസ്സും എല്ലാം എടുത്ത് അടിച്ചു പൊളിച്ചല്ലേ? ലക്കാണ് കല്യാണം, അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കൂടാൻ പറ്റാന്നുള്ളത്. അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തു കൊടുത്താരോ, നിങ്ങളാണോ? എല്ലാവരും തന്നെ എടുത്തതാ. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് ആശംസ തരാമെന്ന് നിങ്ങൾക്ക് ആശംസകൾ. ഓക്കെ. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു കല്യാണം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മടിക്കണ്ട, ഇത് വേഗം രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നാണ് രണ്ടുപേരും പറയുന്നത്. ക്യാമറമാൻ ശരത്തിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്. റിയ, ധർമ്മജൻ ബോൾഗാട്ടി ഒരുപാട് കഥാപാത്രങ്ങളോടെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ മലയാള സിനിമയിൽ പെട്ടെന്ന് എൻട്രി കിട്ടിയ ഒരാളും ഇതേപോലെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് വേറെ ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഒത്തിരി ഗൗരവത്തിലാണ് അല്ലേ? സന്തോഷം പൂർണ്ണമായിട്ടൊക്കെ പ്രകടിപ്പിക്കുന്നില്ല ധർമ്മജൻ തോന്നും. അതെ, ഇരുവരും പറയുന്നത് അവര് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരുടെയും. അന്ന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത്രയും ടെൻഷനായിരുന്നു. രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി വരികയും ഒരു അമ്പലത്തിൽ പോയി കല്യാണം നടത്തുകയും ഒക്കെയായിരുന്നു. അതുകൊണ്ട് അത്ര കൂളായി കല്യാണം ആഘോഷിക്കാൻ പറ്റിയില്ല. അന്ന് നല്ലൊരു ഫോട്ടോ പോലും രണ്ടുപേർക്കും എടുത്തു വെക്കാൻ പറ്റിയില്ല. അതിന്റെ പരിഭവമൊക്കെ രണ്ട് മക്കളും പലപ്പോഴായി പറയാറുണ്ട്. അതൊക്കെ തീർത്തു കൊടുത്തു. മാത്രമല്ല ഒഫീഷ്യലായിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്തു. ആ ചടങ്ങായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ ധർമ്മജൻ ബോൾഗാട്ടിയും ഭാര്യയും വിവാഹം ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തു. അടുത്ത സുഹൃത്തുക്കളെ വിളിച്ചത് ആഘോഷമാക്കി, ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടുപേരും പിരിയുകയും ചെയ്തു. ഒപ്പം മക്കൾക്ക് കൂടി അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനും ഒരു ഫോട്ടോ എടുത്തു വെക്കാനും ഒക്കെ കഴിഞ്ഞു എന്നതാണ് അവർ സന്തോഷകരമായി പറയുന്നത്. ഇതിൽ രസകരം എന്ന് പറയുന്നത് ധർമ്മജൻ ഒരു പോസ്റ്റാണ് FBയിൽ ഇടുന്നത്. എൻ്റെ ഭാര്യ വിവാഹിതയാകുന്നു, വരൻ ഞാൻ തന്നെ. അപ്പോൾ അത് കണ്ട് പല ആളുകളും വിളിക്കുകയും ഇതെന്താ സംഭവം എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് പുലിവാല് കൂടി പിടിച്ചു. കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചധികം കോളുകൾക്ക് മറുപടി പറയേണ്ടി വരികയും ചെയ്തു ആ പോസ്റ്റ് കാരണമെന്നാണ് ധർമ്മജൻ പറഞ്ഞത്. ഇത് പിഷാരടി നിർബന്ധിച്ചു, ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിഷാരടിയാണ് ഓർമ്മപ്പെടുത്തിയത് അത് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഈ പോസ്റ്റ് ഇട്ട് കുറച്ച് ആളുകളെ കൺഫ്യൂഷൻ ആക്കിയപ്പോൾ പിഷാരടി എന്നെ വിളിച്ചിട്ട് ചീത്തയും പറഞ്ഞു എന്നാണ് ധർമ്മജൻ അവസാനം പറഞ്ഞത്. എന്തായാലും ആ പോസ്റ്റും ആ കല്യാണ കഥയും ഒക്കെയാണ് അതിൻ്റെ എന്താണ് ആ പോസ്റ്റിന് പിന്നിലെന്നതാണ് ധർമ്മജൻ പറഞ്ഞത്. വിവാഹം ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തു എന്നതേ ഉള്ളൂ. അതിൽ സന്തോഷം. ഒന്നുകൂടി കൂളായി കല്യാണം നടത്താനും അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് വെക്കാനും ഒക്കെ കഴിഞ്ഞതിലാണ് ഇരുവർക്കും സന്തോഷമുള്ളത്.